സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് സുവിശേഷ വേല ആത്മീയ അഭിവൃദ്ധിക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഇന്ന് അനേക രാജ്യങ്ങളിലും ദേശങ്ങളിലും കുടുംബങ്ങളിലും സഭാ സമൂഹങ്ങളിലും ഇടവകകളിലും ദൈവവചനം കേൾക്കുന്നവരുണ്ട്. ദൈവവചനം കേട്ട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് കുമ്പസാരിക്കുന്നവരുണ്ട്. ഒത്തിരി പ്രാർത്ഥിക്കുന്നവരും ഇന്ന് അനേക പ്രദേശങ്ങളിലുണ്ട്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥാവിശേഷം, കഴുകനെ പോലെ ആത്മീയ ചക്രവാളങ്ങളിൽ ചിറകടിച്ചുയരുന്ന വലിയ വിശുദ്ധന്മാരും വിശുദ്ധകളും ഉയർന്നു വരുന്നില്ല. വലിയ ആത്മീയ അനുഭവത്തിൻ്റെ പുതിയ പുതിയ മേഖലകളിലേക്ക് ഉയരുന്ന വലിയ വലിയ ആത്മീയ തേജസ്സുകൾ ആത്മീയ ലോകത്ത് ഉയർന്നു വരുന്നില്ല. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്തുകൊണ്ടാണ് ആത്മീയ ലോകത്ത് വലിയ മഹാരഥന്മാർ ഉയർത്തെഴുന്നേൽക്കാത്തത്? അതിൻ്റെ ഒരു കാരണം, വചനം കേൾക്കുന്നവർ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് അവനവൻ്റെ ജീവിതമെല്ലാം നന്നായി വിശുദ്ധീകരിച്ച് അവനവൻ്റെ വീട്ടിൽ പോയി അങ്ങനെ അവനവൻ്റെ കാര്യങ്ങൾ നന്നായി നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കള്ളു കുടിക്കുന്നവർ കള്ളുകുടി നിർത്തി 10-35 വർഷമായി മദ്യപിച്ചുകൊണ്ടിരുന്നവർ യേശുവിനെ കേട്ടു, യേശുവിൻ്റെ വചനം കേട്ടു, മദ്യപാനം നിർത്തി, വിശുദ്ധീകരിക്കപ്പെട്ടു. ഇനി പോയി എൻ്റെ പറമ്പിൽ കുറേ 35 വർഷം പണിയാത്ത എൻ്റെ പറമ്പ് കാട് പിടിച്ച് കിടക്കുകയാണ് എന്ന് പറഞ്ഞ് ആ പറമ്പെല്ലാം വെട്ടിത്തെളിച്ച് അവിടെ കൃഷി നടത്തി മക്കളുടെ കാര്യവും നോക്കി കുടുംബത്തിൻ്റെ കാര്യവും നോക്കി അങ്ങനെ മെനയായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതല്ല എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും ഒരു ആത്മീയ അനുഭവം ലഭിച്ചാൽ, പരിശുദ്ധാത്മാവിനൊരു സ്പർശനം ലഭിച്ചാൽ, ഞാനും നിങ്ങളും യേശുവിൻ്റെ സാക്ഷികളായി മാറണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ദൈവവചനം നമുക്കായി വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു മാർഗം. സാക്ഷിയായി ഞാനും നിങ്ങളും മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് കൂടി ഭയചകിതരായി ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുവിൻ്റെ വാഗ്ദത്ത പ്രകാരം അത്ഭുതകരമായ ഇടപെടലുണ്ടായത്. അതാണ് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള തിരുലിഖിതങ്ങൾ. പന്തക്കൊസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അടിക്കുന്നത് പോലുള്ള വലിയ ഒരു സ്വരം ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. തങ്ങൾ ഓരോരുത്തരുടെ മേൽ അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. ഹല്ലേലൂയ. ഇതാണ് പന്തക്കൊസ്താ ദിനത്തിൽ സെഗിയോൻ മാളിക മുകളിൽ സംഭവിച്ചത്. മാതാവും ശിഷ്യഗണവും അവർ പ്രാർത്ഥിച്ച് ലഹരി പിടിച്ച് പ്രാർത്ഥനയുടെ ആ ഒരു ഉന്മാദ അവസ്ഥ ഇരിക്കുമ്പോൾ ഇതാ പൊടുന്നനെ കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെ വലിയൊരു സ്വരം
അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ അങ്ങോട്ട് നിറഞ്ഞ് അഗ്നിജ്വാലകൾ പോലെ ഓരോരുത്തരുടെ തലയിൽ ആത്മാവിൻ്റെ ജ്വാല വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലാണ് ഇപ്പം നിങ്ങളുടെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലാണ് ഇങ്ങനെ നിങ്ങളുടെ ഒരു കുറേ പേരുടെ തലയിൽ ഇങ്ങനെ അഗ്നിജ്വാലകൾ പോലെ പരിശുദ്ധാത്മ നിറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മ കൊണ്ട് പൂരിതരായി, അങ്ങനെ ഒരു അഭിഷേകം കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇനി പോയി പാപമൊന്നും ചെയ്യാതെ ഒത്തിരി പ്രാർത്ഥിച്ച് സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് നടക്കും. എന്നാൽ സ്ലീഹന്മാരെന്താ ചെയ്തത്? സ്ലീഹന്മാർ ചെയ്തത് എന്താണെന്ന് തുടർന്നുള്ള വചനങ്ങൾ കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം, ക്രേത്യരും അരേബ്യരുമായ നാമെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 14-ാം വാക്യം, ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സ്പർശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്ലീഹന്മാർ പിന്നെ അവനവൻ്റെ ജീവിതം വിശുദ്ധീകരിക്കാൻ വേണ്ടി അല്ല നോക്കിയത്. പിന്നെ ഒത്തിരി അങ്ങനെ ഒരുപാട് ആത്മീയമായി ഇനി വേറെ ഒന്നിൽ ഇടപെടണ്ടെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്ന ഒരു രീതിയിലേക്കല്ല അപ്പോസ്തലന്മാർ മാറിയത്. അപ്പോസ്തല പ്രവർത്തനം 2:14 നമ്മൾ വായിക്കുന്നു, എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറൂസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ശ്ലീഹ മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ആദരം തുറന്ന് ഉറക്കെ പേടി ഒട്ടുമില്ലാതെ വാ തുറന്ന് ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യ വചനങ്ങളെക്കുറിച്ചും പ്രഘോഷിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഞാനൊരു പാപിയാണ്, ഞാൻ എന്നെ തന്നെ ഒന്നുകൂടെ വിശുദ്ധീകരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ നടക്കുകയല്ല ചെയ്തത്. അവർ വാ തുറന്ന് യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കാൻ തുടങ്ങി, ദൈവവചനത്തെ കുറിച്ച് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ദൈവരാജ്യ പ്രഘോഷണം. അവർ പരിശുദ്ധാത്മ വന്നു ദൈവാനുഭവം ഉണ്ടായി ഉടനെ തന്നെ അവർ ചെയ്തത് ദൈവരാജ്യ വേല ആരംഭിച്ചു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 22-ാം വാക്യം, അവർ പ്രഘോഷിച്ചപ്പോൾ എന്താണ് അവർ പ്രഘോഷിച്ചത്? അവരുടെ പ്രഘോഷണ വിഷയം എന്തായിരുന്നു? അവിടെ ഹിമാലയത്തിലൊരു സ്വാമി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മഹർഷി ഉണ്ടായിരുന്നു. ആ മഹർഷി ഇന്ന കഥ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു സൂഫി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചൈനീസ് ഒരു പഴമൊഴിയുണ്ട്. ആ പഴമൊഴിയും ഈ പഴമൊഴിയും ആ കഥയും ഈ കഥയാണോ അപ്പോസ്തലന്മാർ പ്രഘോഷിച്ചത്? എന്താണെന്ന് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനങ്ങളെ, ഈ വാക്കുകൾ കേൾക്കുവിൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസ്രയനായ യേശുവിനെ താൻ അവൻ വഴി ഇത് ഈ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ആത്മാവിന് അനുഭവം ഉണ്ടായപ്പോൾ എല്ലാ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലും സംഭവിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയല്ല സ്ലീഹന്മാര് ചെയ്തത്. അവർ ചെയ്തത് ദൈവത്തിന് അനുഭവം ഉണ്ടായപ്പോൾ, ആത്മാവിന് അനുഭവം ഉണ്ടായപ്പോൾ അവർ ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി, സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി, യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കാൻ വേണ്ടി, ദൈവരാജ്യം പ്രഘോഷിക്കാൻ വേണ്ടി അവർ ഒരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാതെ അപ്പൊ തന്നെ ചാടി പുറപ്പെട്ട് തങ്ങളെ തന്നെ പരിശുദ്ധാത്മാവിനോട് വിട്ടുകൊടുത്ത്. ഇന്നും ഞാനും നിങ്ങളും ആത്മീയ അനുഭവത്തിൽ വളരാൻ, ദൈവാനുഭവത്തിൽ വളരാൻ, ദൈവം നമ്മുടെ കൺമുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നിൽ നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ, നമുക്ക് കിട്ടിയ ബോധ്യങ്ങൾ, നമുക്ക് കിട്ടിയ ദൈവരാജ്യ വചനങ്ങൾ അത് മറ്റുള്ളവരോട് പറയണം എന്നുള്ളതാണ്. ഞാൻ പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് അട്ടപ്പാടിയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നപ്പോൾ അട്ടപ്പാടിയിൽ ഞാൻ കണ്ടുമുട്ടിയൊരു മനുഷ്യനുണ്ട്.
ആ മനുഷ്യൻ്റെ പേരാണ് രാജു നെല്ലിക്കാമല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അദ്ദേഹത്തിൻ്റെ കരങ്ങൾ വഴി വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കുമ്പോഴേക്കും വലിയ മാരക രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. വെറുതെ ഒന്ന് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പറമ്പുകളിലും എസ്റ്റേറ്റുകളിലും വീടുകളിലും എല്ലാം സംഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുകയാണ്, ഈ അട്ടപ്പാടിയിലെ ഒരു കുഗ്രാമത്തിൽ വെറും ഒരു സാധാരണ മനുഷ്യനായി, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാതെ അങ്ങനെ വെറും ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചു കൊണ്ടിരുന്ന ഈ രാജു നെല്ലിക്കാമല എന്ന സഹോദരൻ എങ്ങനെ ഇതുപോലെ വലിയ ആത്മാനുഭവം നിറഞ്ഞ, വലിയ ആത്മാഭിഷേകം നിറഞ്ഞ വ്യക്തിയായി? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്കതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. അട്ടപ്പാടിയിലെ ജല്ലിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ മുമ്പ് ഇങ്ങനെ ധ്യാനമോ കൺവെൻഷനോ ഒന്നും കൂടിയിട്ടില്ല. യേശു ക്രിസ്തുവിനെ പറ്റി ഇങ്ങനെ വിശുദ്ധ കുർബാനയുള്ള ക്ലാസ്സുകളെന്നല്ലാതെ മറ്റൊന്നും കേട്ടിട്ട് ശീലമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട നായ്ക്കപ്പറമ്പ് അച്ഛൻ്റെ ടീമും ഒരു ധ്യാനം 5 ദിവസം 1991 ജനുവരി മാസത്തിൽ എൻ്റെ ഇടവപ്പള്ളിയിൽ നടന്നു ആദ്യമായി. അപ്പോൾ അതിൽ കമ്മിറ്റിക്കാരൊക്കെ തിരഞ്ഞെടുത്തപ്പോൾ എൻ്റെ പേരും വിളിച്ചു പറഞ്ഞു. ഞാനും ചെന്ന് പറ്റി. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. ഒരുപാട് ആൾക്കാരുടെ സൗഖ്യങ്ങൾ ലഭിക്കുന്നു, അനേകം പേര് സാക്ഷ്യപ്പെടുത്തുന്നു, അനേകം ദൈവവചനങ്ങൾ പ്രഘോഷിക്കപ്പെടുന്നു. ഇപ്പോൾ നമ്മളിത് കേട്ട് ശീലമില്ലാത്തതുകൊണ്ട് വലിയ അനുഭവം എനിക്കും ഇല്ലായിരുന്നു. എന്നാൽ ധ്യാനത്തിൻ്റെ 4ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. അന്ന് അച്ഛൻ ഉച്ചയ്ക്ക് ലഘുഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഒരു നല്ല സ്തുതിപ്പും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ ഇടവകയിൽ നിന്ന് സുവിശേഷ പ്രഘോഷകരെ കർത്താവ് തെരഞ്ഞെടുത്ത് അയക്കുന്നു. അതിനേക്കാളും കേൾക്കാൻ കൊള്ളാമെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നേരത്തെ പറഞ്ഞു, സൗഖ്യങ്ങളെല്ലാം. അപ്പം ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സ് ചാടി. പെട്ടെന്ന് ദൈവമേ, എന്നെ ആയിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. ഇങ്ങനെ അങ്ങ് വാക്ക് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞു ക്ലാസ്സൊക്കെ തുടങ്ങിയപ്പോൾ ഞാനവിടെ ഇരുന്നു എൻ്റെ കഴിഞ്ഞ കാല ജീവിതം ഒന്ന് ചിന്തിച്ചു. ഇപ്പോൾ പലരും വിചാരിക്കും ദൈവം ഇപ്പോൾ നമ്മളെ വിളിച്ചാൽ നമുക്ക് എങ്ങനെ ഇതൊക്കെ നടക്കാൻ പറ്റും, നമ്മൾ അതിൻ്റെ ആരോഗ്യമോ അല്ലെങ്കിൽ മറ്റ് കഴിവുകൾ നോക്കാറുണ്ട്. ഇതുപോലെ ഞാനും പെട്ടെന്ന് നോക്കി എങ്ങനെ സാധിക്കും. കാരണം ഞാൻ 1ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയവനാണ് ആദ്യം. പിന്നെ 4ാം ക്ലാസ് വരെ പഠിച്ച് പിന്നെ 10-36 വർഷം ചീത്ത പുസ്തകം നല്ല പുസ്തകം ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. ബൈബിൾ എൻ്റെ വീട്ടിലില്ല. ക്രിസ്ത്യാനി ആണെങ്കിലും ബൈബിളില്ല, ബൈബിൾ വായിച്ചിട്ടില്ല. ആകെ കൊന്തയെല്ലാം മാത്രം അറിയാം, പിന്നെ കുർബാനയ്ക്ക് പോകാൻ മാത്രം അറിയാവൂ. അതങ്ങനെ. അടുത്ത് കുടുംബത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ പട്ടിണിയും കുറേ ഞെരുക്കവും കുറേ വേദനകളും മാതാപിതാക്കളുടെ വീതവും സ്വത്തോ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒരുപാട് ഞെരുങ്ങിക്കഴിയുന്ന സമയം, വിദ്യാഭ്യാസം ഇല്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. പിന്നെ എനിക്ക് അടുത്ത് തന്നെ വേട്ടയാണ് ഭയങ്കരമായൊരു വിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ നാട് ഇവിടെ അല്ല, എൻ്റെ നാട് തിരുവനന്തപുരത്ത് നെടുമങ്ങാടാണെന്ന് പറയണമെങ്കിൽ ചോദിക്കുക എന്നാൽ അവിടെ പോയിട്ട് വന്നാൽ എൻ്റെ വാക്ക് പറഞ്ഞു തീരില്ല. ഇങ്ങനത്തെ ഒരു അവസരമാണ് ഭയങ്കര വിക്ക്. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ദൈവം എന്നെ ഞാൻ എന്ത് ചെയ്യും? ബൈബിളില്ല, ഒന്നുമില്ല. എന്തായാലും ശരി, ധ്യാനമെല്ലാം കഴിഞ്ഞ് ഞാൻ കുറേശ്ശൊക്കെ എൻ്റെ മകളും കൂടെയൊക്കെ സഹായിച്ച് ചെറുതായിട്ടൊന്ന് പഠിച്ച് ആദ്യം ഞാൻ പഠിച്ച വചനമാണ് അപ്പോസ്തല പ്രവർത്തനം 4:12. ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ ഒരു വചനമൊക്കെ പഠിച്ചങ്ങനെ പ്രാർത്ഥിച്ച് പിറ്റേന്ന് തന്നെ രാവിലെ അല്ലെങ്കിൽ എന്നും പണിക്ക് പോകുമായിരുന്നു. പണിക്കൊന്നും പോകാതെ രാവിലെ എഴുതിച്ച് പള്ളിയിൽ പോയി കുർബാനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഈ രക്ഷാ സന്ദേശം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 5 മിനിറ്റ് സ്തുതിക്ക്, 2 മിനിറ്റ് സ്തുതിക്ക്. ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കേട്ട യേശുവിനെ എന്തെങ്കിലും ആകുന്നു പകർന്നു കൊടുക്കണം. എവിടെ പറയും, ആരോട് പറയും, ആരാ കേൾക്കുക, അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ശരി, എൻ്റെ ചോദ്യത്തിന് ഉത്തരം പിറ്റേന്ന് തന്നെ ദൈവം എനിക്ക് തന്നു. അവിടെ CSC സഭയപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ ഒരു കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറ് വീർക്കുന്ന രോഗം. അത് വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം ആശുപത്രി കിടക്കേണ്ടി വരും. അവിടെ നിന്നാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ നടന്നാലേ അന്ന് ജീപ്പുള്ളൊരു സ്ഥലം കിട്ടും. ഈ അപ്പൻ ഈ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് പറയണം, ഈ കൊച്ചിനെ കൊണ്ട് നമുക്കൊന്ന് ആശുപത്രിയിൽ പോകണം. നല്ല വെയിലത്ത്, ജനുവരി മാസം വെയിലത്ത്. ഞാൻ പറഞ്ഞു, നടക്കണ കാര്യമല്ല, നമുക്കൊന്ന് പ്രാർത്ഥിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. ആദ്യമായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്നാലും ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ വീട്ടിനകത്ത് കയറി കുറേ നേരം യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ ഇതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇദ്ദേഹത്തെ അങ്ങോട്ട് വിട്ടു. ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വന്ന് പറയണം, എൻ്റെ മകന് സമ്പൂർണ്ണ സൗഖ്യം. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. കാരണം നമ്മൾ ഇന്നലെ ആകപ്പാട് യേശുവിന് ഇന്നലെയാണ് കേട്ടിരിക്കുന്നത്. അതിനുമുമ്പ് നമ്മൾ ചെറിയ വിശ്വാസം കൊണ്ടെന്നല്ലാതെ കാര്യം വിശ്വാസമൊന്നുമില്ല. എങ്കിലും ഈ ധ്യാനം കഴിഞ്ഞ് പറ്റുന്ന ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വലിയ സൗഖ്യം നടന്നെങ്കിൽ ഞാൻ നമ്മുടെ കുടുംബക്കാരോടൊക്കെ ചെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് മുതലേ പ്രാർത്ഥന ശക്തിപ്പെടുത്താൻ തുടങ്ങി. ഒരു 1-2 ആഴ്ചയായപ്പോൾ എനിക്ക് മനസ്സിലായി
ഇങ്ങനെ പ്രാർത്ഥിച്ച് വീട്ടിൽ ഇരിക്കുകയല്ല, കിട്ടിയ അനുഭവങ്ങൾ പങ്കുവെക്കണമെന്നായി. അപ്പം നോക്കിയപ്പോൾ പിന്നെ ആരോടാ പറയണേ? അപ്പോൾ വീടിനടുത്തൊരു ചെറിയ മന്ത്രവാദ പരിപാടി നടത്തുന്ന ഒരാളുണ്ട്. എനിക്ക് തോന്നി അദ്ദേഹത്തോട് പറഞ്ഞാൽ ഒരു പക്ഷേ കേൾക്കും. അദ്ദേഹത്തോട് ഏതാനും ദിവസങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ അനുതാപവും വിശ്വാസമൊക്കെ ജനിച്ചു. അന്ന് ഞങ്ങൾ ഒരു ബുധനാഴ്ച ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറേ ആൾക്കാരെല്ലാം കൂട്ടി ഒരു പ്രാർത്ഥന വെച്ചു. അങ്ങനെ ആ പ്രാർത്ഥനയിൽ എൻ്റെ തൊട്ടയൽവാസിയായ വേറൊരു സഹോദരി ഉണ്ടായിരുന്നു. ഇവർക്ക് വലത്ത് കയ്യിലൊരു മുഴയുണ്ടായിരുന്നു, നല്ലൊരു മുഴ. ഇത് ഓപ്പറേഷൻ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അതെല്ലാവർക്കും കാണാം, കൈത്തണ്ടലാണ്ട് എല്ലാവർക്കും കാണാമായിരുന്നു. എന്തായാലും ശരി, ഞങ്ങൾ ഇത് രോഗിയെ തൊട്ടൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അന്നത്തെ പ്രാർത്ഥനാ കൂട്ടായ്മ കഴിഞ്ഞ് ആ സഹോദരി അവിടെ വെച്ച് എന്നെ സാക്ഷ്യപ്പെടുത്തി എൻ്റെ കയ്യിലെ മുഴ മാറി. ഇത് ഈ മന്ത്രം നടത്തുന്ന ഈ വ്യക്തിക്കും നാട്ടുകാർക്കും എല്ലാം കണ്ടു. അന്ന് മുതൽ ആദിവാസി ഊരുകളിലും അനേക സ്ഥലങ്ങളിലും അപ്പം നമുക്ക് വീട്ടിൽ കഷ്ടപ്പാടുണ്ട്, തകർച്ചയുണ്ട്, എനിക്ക് ശരിക്കും കൊടുക്കാൻ ഒരു വസ്ത്രമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ, നല്ല ഞെരുക്കമുണ്ട്, സാമ്പത്തികമായ ഇടപാടുകൾ നടക്കുന്നില്ല, ഇങ്ങനെയുള്ള അവസ്ഥയാണ്. അന്ന് ഇതുപോലെ 300-400 പണിക്കൂലിയില്ല, 10-50 രൂപ നമുക്ക് കൂലിയെല്ലാം കിട്ടും. എങ്കിലും ശരി, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എരിവ്. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസം നമ്മൾ പകർന്നു കൊടുക്കേണ്ട സമയത്ത് പ്രസംഗകനില്ലാതെ ആര് കേൾക്കും, ആര് പറയും, അയക്കപ്പെടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ 17-ാം വാക്യം, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പം നമ്മൾ പ്രസംഗിച്ചാലേ കേൾക്കും. അങ്ങനെ എനിക്ക് കിട്ടിയ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ ഞങ്ങൾ പറയാൻ തുടങ്ങി. അട്ടപ്പാടിയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി പറയാൻ തുടങ്ങിയപ്പോൾ പോയെടുത്തെല്ലാം ദൈവം എന്ത് ചെയ്തു? എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും പറഞ്ഞ വാക്കുകളെ ദൈവം അപ്പം തന്നെ ദൈവം അത് സ്ഥിരീകരിച്ചു. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, 16-ാം അധ്യായം 17-ാം വാക്യം, നിങ്ങൾ രോഗികളെ മേൽ കൈകൾ വയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. ഞാൻ ഒരു ആദിവാസി ഊരിൽ ഒരിക്കൽ അവരൊന്ന് വിളിച്ച് ഞങ്ങൾ പോവുകയാണ്. അവിടെ ഒരു 20 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടി, സീത എന്നാണ് അവളെ പേര്, സീത. അവളിങ്ങനെ തളർന്നു കിടക്കുകയാണ്. സ്നേഹിച്ചുള്ള വിവാഹം. ആ വിവാഹത്തിൻ്റെ സമയത്ത് പെട്ടെന്ന് അമ്മ മരിച്ചുപോയി. അപ്പന് നല്ല ഇതൊന്നും കഴിവൊന്നുമില്ല. ഇവൾ സ്നേഹിച്ചുള്ള കല്യാണം. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരുന്നു, ഈ കുഞ്ഞ് പ്രസവിക്കാൻ പറ്റില്ല, അബോർഷൻ ചെയ്ത് കളയണം. ഈ കുഞ്ഞ് പ്രസവിച്ചാൽ ഒന്നി കുഞ്ഞ് അല്ലെങ്കിൽ നീ മരിക്കും, അല്ലെങ്കിൽ നീ തളരും, എന്തെങ്കിലും ഒരു രോഗമുണ്ട്, രക്തമെല്ലാം വെള്ളമായി പോകുന്ന രോഗം. അതുകൊണ്ട് കുഞ്ഞിനെ കൊല്ലാനായിട്ട് നിർബന്ധിച്ചെങ്കിലും ഈ ഒരു കുഞ്ഞിനെ കൊന്നില്ല. ഡോക്ടർമാർ പറഞ്ഞതുപോലെ തന്നെ പ്രസവത്തോടു കൂടി ഈ മകൾ തളർന്നുപോയി. പിന്നെ 2 വർഷം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചെന്ന് കാണുമ്പോൾ കാണുന്ന ഈ ഒരു കാല് ഇങ്ങനെ മടങ്ങുന്നില്ല, നീട്ടി അവിടെ ഇരിക്കും. മാത്രമല്ല ഈ മുട്ടിന് മുകളിൽ തുടഭാഗത്തായിട്ട് 4 മുഴയുണ്ട്. ഈ ഒരു കാലിൽ 4 മുഴയും പൊട്ടി ഇല്ല, ദ്രാവക രൂപത്തിൽ ഇറച്ചി എല്ലാം ഇങ്ങനെ ചീഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. മാത്രമല്ല മന്ത്രവാദികളെടുത്തും ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ചികിത്സ നടത്തി. വൈദ്യശാസ്ത്രം പറഞ്ഞ് 2 കൊല്ലമായപ്പോൾ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, നിങ്ങൾ മരിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ പ്രത്യാശയേറ്റ് യേശുവിനെ കേൾക്കാതെ ഒരു വ്യക്തി അവിടെ ഇരിക്കുക. അപ്പോൾ ഞങ്ങളിവിടെ ഈ സഹോദരിയെ കാണാനായിട്ട് ചെന്നപ്പോൾ എത്രയോ പരിതാപകരമായ അവസ്ഥ. ദൈവത്തെ അറിയാൻ പാടില്ല, പ്രത്യാശയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, യേശു ക്രിസ്തു നിനക്ക് അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അത്രയൊക്കെ അറിയാവൂ, വേറെ ഒന്നും അറിയില്ല. അപ്പോൾ ഞാനൊരു ചെറിയ ബൈബിൾ കൊണ്ടുപോയിട്ട് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ എടുത്ത് വായിച്ചു കൊടുത്തു. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ സൗഖ്യമുണ്ട്, നീ വിശ്വസിക്കണം, മരിക്കില്ല. അപ്പോൾ ചെന്നോണ്ട് എന്നോട് പറഞ്ഞ്, പ്രാർത്ഥിക്കാനാണ് വന്നെങ്കിൽ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, എനിക്കിനി ജീവിക്കണ്ട. കാരണം ഭർത്താവ് ഉപേക്ഷിച്ച് പോയി, 2 വയസ്സായ കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മയും കുഞ്ഞിനും മരിക്കാൻ. അപ്പം എന്നിട്ട് പറയാണ്, കത്തി മുകളിലായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. തൂങ്ങിച്ചാവാൻ എനിക്ക് പറ്റില്ല, കാരണം എനിക്ക് എണീക്കാൻ പറ്റില്ല. ചെറിയൊരു കട്ടിലുണ്ട്, അവിടെ കയറി കിടക്കാൻ പറ്റില്ല. അങ്ങനെ കരഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു 1/2 മണിക്കൂർ ദൈവവചനവും എനിക്ക് ലഭിച്ച ചില അനുഭവങ്ങൾ അതെല്ലാം പങ്കുവെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. ഇനി അടുത്ത ശനിയാഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ഞങ്ങൾ സെഹ്യോനിൽ വന്ന് കൂട്ടായ്മയിലൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്നൊരു ബൈബിളൊക്കെ മേടിച്ച് ഒരു എണ്ണയൊക്കെ എടുത്ത് വെഞ്ചരിച്ച് ഈ ഒരു കൊന്തയൊക്കെ എടുത്ത് ഈ സഹോദരിക്ക് ശനിയാഴ്ച കുറേ സ്ത്രീകളും ഒരു പുരുഷനും എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ ഈ വീടിന് ലക്ഷ്യം നടന്ന് ഈ വീട്ടിൽ ചെന്ന്, സാധാരണ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കതവിൻ്റെ ഇങ്ങനെ കയറുകൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്, കതവിൻ്റെ കെട്ടടിച്ച് പേര് വിളിച്ചിട്ട് നമ്മൾ തന്നെ അകത്തോട്ട് കയറി പോകണം. ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇറങ്ങി വരണം. ഞങ്ങൾ അന്ന് അവിടെ ചെന്ന് സീത എന്ന് പേര് വിളിച്ചു. അപ്പോൾ അദ്ദേഹം അകത്തു നിന്നുകൊണ്ട് വിളിയെല്ലാം കേട്ടു. അപ്പം ഞങ്ങൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഞങ്ങളിപ്പോൾ വരാം, കുറച്ച് ആൾക്കാർ വരാനുണ്ട് എന്നെല്ലാം പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ സഹോദരി അകത്തുനിന്ന് കതവ് തുറന്ന് കതവിൻ്റെ കെട്ടടിച്ച് നടന്നിങ്ങോട്ട് വരിക.
ഞാൻ കേട്ടോ എന്താ 2 വർഷം മുമ്പ് നീ ഇങ്ങനെ കിടന്ന് നീ കഴിഞ്ഞ ബുധനാഴ്ച വരെ എന്തായിരുന്നു? അപ്പോൾ പറയണത് നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവവചനം പറഞ്ഞു എന്ന് വീട്ടിലേക്ക് പോകാൻ ഈ മല കയറി പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞ് കാലൊക്കെ മടക്കി കാണിച്ചു തരിക. പ്രിയപ്പെട്ടവർ, ആ വ്യക്തി സൗഖ്യം പ്രാപിച്ചത് മാത്രമല്ല, തെളിവായി 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പ് നിറച്ച് ആദിവാസി സഹോദരങ്ങൾ ഇവിടെ വന്ന് ധ്യാനം കൂടി യേശുവിനെ മഹത്വപ്പെടുത്തി. ഇവിടുത്തെ അച്ഛന്മാർക്കെല്ലാം അതറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ആ വ്യക്തിക്ക് വലിയ സൗഖ്യം ഉണ്ടായി. ഒരു സാധാരണ മനുഷ്യൻ വചനം കേട്ടു. അന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹം പരിശുദ്ധാത്മ ജനിപ്പിച്ചു, എനിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അന്ന് അദ്ദേഹം തൻ്റെ ആ ആഗ്രഹത്തിനനുസരിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചു, ദൈവത്തിന് തന്നെ വിട്ടുകൊടുത്തു. അദ്ദേഹത്തിലൂടെ ദൈവം പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും ശക്തമായി ഇടപെടുകയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൽ 21-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അനേക കാര്യങ്ങൾ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് ഈ സഹോദരൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരുടെ ഹൃദയത്തിലിരിക്കുന്ന കാര്യങ്ങൾ പോലും പരിശുദ്ധാത്മ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന് സഹോദരൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിലോമീറ്റർ അകലെ വിദേശ രാജ്യങ്ങളിൽ പോലും അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് യേശു പറഞ്ഞത്, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവനെ ഞാൻ അനേക കാര്യങ്ങൾ ഭരമേൽപ്പിക്കും. നീ നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. മത്തായിയുടെ സുവിശേഷം 25-21, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം അനേക കാര്യങ്ങൾ ഭരമേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ ആത്മീയമായി ഒരുപാട് ഉയർച്ച കർത്താവ് നൽകും. മാത്രമല്ല, മരിച്ചതിന് ശേഷം കർത്താവ് നൽകുന്ന വാഗ്ദത്തം ഇതാണ്, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. സന്തോഷത്തോടെ ദൈവം കൈപിടിച്ച് ഷെയ്ക്കാൻ എന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നൊരു അനുഭവം ദൈവരാജ്യ വേല ചെയ്താലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 20 മുതലുള്ള തിരുലിഖിതം നമ്മൾ കാണുന്നത്. അപ്പോസ്തലന്മാർ സുവിശേഷ വേല ചെയ്ത് യേശുവിൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നു. ഈ അപ്പോസ്തലന്മാർ പറഞ്ഞു, യേശുവേ, പിശാചുകൾ പോലും കീഴ്പ്പെടുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ പറയുമ്പോഴേക്കും ഇടിമിന്നൽ പോലെ പിശാചുകൾക്ക് തലകുത്തി മറിഞ്ഞു വീഴുന്നത് ഞങ്ങൾ കണ്ടു. ഉടനെ യേശു പറയുകയാണ്, പിശാചുകൾ നിങ്ങൾക്ക് കീഴ്പ്പെട്ടു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാറാനാത്ത. Come, Lord Jesus. സങ്കീർത്തനം 27:8, എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. ഇതാ ഞാൻ അങ്ങയുടെ മുഖം തേടുന്നു എന്ന് എൻ്റെ ആത്മാവ് അങ്ങയോട് മന്ത്രിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കരുതേ. 2 കരങ്ങളും കർത്താവിലേക്ക് ഉയർത്തി ദൈവമായ കർത്താവിൻ്റെ അത്ഭുത സാന്നിധി ഈ വർഷം മുഴുവനും ഒരു വലിയ കവചമായി ആവരണമായി ജീവിതത്തിന് ചുറ്റിലും നിറഞ്ഞു നിൽക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ദൈവ സാന്നിധ്യത്തിൽ നിന്നും ദൈവരാജ്യത്തിൽ നിന്നും ദൈവമക്കളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന എല്ലാ അന്ധകാര പീഡകളെയും ശാസിക്കുന്നു. ദൈവകൃപയിൽ ആനന്ദിക്കാൻ, ദൈവത്തിൽ സന്തോഷിക്കാനുള്ള ഉന്നത അഭിഷേകം ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. മാറാനാത്ത. Come, Lord Jesus. എൻ്റെ പേര് ബിന്ദു. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. എനിക്ക് കഴിഞ്ഞ നവംബർ തൊട്ട് ഒരു ശ്വാസം മുട്ടുണ്ടായി. അത് കഴിഞ്ഞ് ടെസ്റ്റ് എല്ലാം ചെയ്ത് പറഞ്ഞു COPD ആണ്. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ലങ്സിന് 25% കപ്പാസിറ്റി ഉള്ളൂ, എലാസിറ്റി എല്ലാം ലൂസായെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറേ മെഡിസിൻസ് ഒക്കെ എടുത്തു, കുറഞ്ഞില്ല. പിന്നെ ആയുർവേദം തുടങ്ങിയപ്പോൾ കുറച്ചും കൂടെ കൂടുതലായി. പിന്നെ ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്ക് ശ്വാസം മുട്ട് കൂടുതലായി. ഒരു പണിയും ചെയ്യാൻ പറ്റില്ല, കുട്ടികളോട് സംസാരിക്കാനോ ഒന്ന് എഴുന്നേറ്റ് നടക്കാനോ വർത്തമാനം പറയാനോ ഒന്നും പറ്റാതെ. അപ്പോൾ കുറേ അങ്ങോട്ട് കൂടുതലായപ്പോൾ ഞാൻ ഓർത്തു ഇനി ഞാനൊരിക്കലും സുഖാവില്ലായിരിക്കും, മരിച്ചു പോകാറായിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എൻ്റെ സിസ്റ്റർ, എൻ്റെ അനിയത്തി ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആളും ഹസ്ബൻഡും കൂടെ അവിടെ കോൾബോൾ എന്ന സ്ഥലത്ത് ഒരിക്കലും അച്ഛൻ്റെ ധ്യാനത്തിൽ പോയി പങ്കെടുത്തു. അവിടെ അച്ഛനോട് പറഞ്ഞപ്പോൾ മരുന്ന് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലത്തെ അവസ്ഥ മരുന്ന് നിർത്താൻ പറഞ്ഞാൽ എന്താ, അത് അവിടെ ഇംഗ്ലണ്ടിൽ ഇങ്ങോട്ട് പറയാം.
അപ്പോൾ ഒരാഴ്ച കൊണ്ട് ഞാൻ കൊണ്ടുവന്ന മരുന്ന് അങ്ങോട്ട് കഴിയട്ടെ, വിശ്വാസം ഉണ്ടെന്നാലും അങ്ങോട്ട് സമ്മതിക്കാനും പറ്റില്ലാത്ത വിധത്തിൽ ഒരാഴ്ച. അതാണ് സംശയ പീഡ. നീ പറഞ്ഞോ. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അസുഖം നല്ലപോലെ കൂടുതലായി. അപ്പം ഞാൻ മരുന്ന് നിർത്തി. ഈസ്റ്ററിൻ്റെ അന്ന് തൊട്ട് നല്ലപോലെ കുറഞ്ഞു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല സുഖമായി. ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ലാതെ ഇതാ ഈ അട്ടപ്പാടി മലയിൽ ഈ പ്രത്യേകിച്ച് ശ്വാസം മുട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ സ്ഥലത്ത് വന്ന് ഒരു കുഴപ്പമില്ലാതെ നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ സഹോദരി നേരിട്ട് ധ്യാനം കൂടിയിട്ടില്ല. ഈ സഹോദരൻ അനുജത്തി വിശ്വാസം നല്ല തീഷ്ണതയുള്ള അനുജത്തി ഇംഗ്ലണ്ടിൽ കോൾവോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ അവർ ഫാമിലിയായിട്ട് സോജി ഓലിക്കളിച്ചിനെ ധ്യാനം അവിടെ നടന്നു കൂടിയിട്ട് ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ചേച്ചി ഇങ്ങനെ മരിക്കാറായി, ഇനി എനിക്ക് ജീവിതമില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേരളത്തിൽ കിടപ്പുണ്ട്, രക്ഷിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് സോജി അച്ഛനോട് പറഞ്ഞു. അപ്പോൾ സോജിച്ച് എന്ത് പറഞ്ഞ്, ഇനി ഒറ്റ സൊല്യൂഷനുള്ളൂ, മരുന്ന് നിർത്തുക. ഈ സഹോദരൻ സ്ഥിതി മരിക്കേണ്ട പക്കത്തെത്തി കിടക്കാമെന്ന് വിചാരിക്കുന്നത്. മരുന്ന് നിർത്താനാണ് കണ്ണുടച്ച് പറഞ്ഞത്. സോജിച്ചന് ആളെയും കണ്ട എല്ലാ വിഷയം അറിയില്ല, കണ്ണുടച്ച് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയാകുമോ? പ്രൈസ് ദി ലോർഡ്. ഇതാണ് സംശയത്തിൻ്റെ പീഡയില്ലാതെ കംപ്ലീറ്റ് ഈശോയുടെ ആ ഒരു പ്രേരണ സ്വീകരിച്ചാൽ അപ്പോൾ തൊട്ട് അത്ഭുതങ്ങൾ ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സഹോദരി അത് സ്വീകരിച്ചു. അതായത് ഒരു ആഴ്ചത്തെ മരുന്നുണ്ടായിരുന്നു, അത് കഴിച്ചപ്പോൾ കൂടി. എന്തായാലും ശരി, ഇനി എന്തായാലും എക്സ്പയറി ആയിട്ട് അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നിർത്തി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കുറഞ്ഞ് ഇപ്പം യാതൊരു കുഴപ്പമില്ല. അപ്പം അടുത്തെങ്ങാനും മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊടുത്ത്, നല്ല ആരോഗ്യം കൊടുത്ത്, നല്ല ഭാവി കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ ഭാവി, ജീവിതം, കുടുംബം എല്ലാത്തിനാണ് അനുഗ്രഹിക്കുന്നത്. രോഗം മാറ്റുക എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് മേഖലകളിൽ കർത്താവ് അനുഗ്രഹം കൊണ്ട് നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ, ഹല്ലേലൂയ.